കഴിഞ്ഞ ദിവസം എന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ടാ, ചേച്ചി എനിക്ക് 2 കുപ്പി ഓയിൽ വേണം, എനിക്ക് ഓഫീസിൽ കൊണ്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞത് ഒരു ആൺകുട്ടിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് എന്നിട്ടാണ് ഇപ്പം എൻ്റെ അടുത്തുനിന്ന് ഓയിൽ കഴിഞ്ഞ ദിവസം വേണം എത്തിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ 2 ബോട്ടിൽ വേറെ ആർക്കും കൂടി വേണമായിരുന്നു. ഉപയോഗിക്കുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ്, എനിക്കറിയാവുന്ന ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ അതിനും കൂടി ആയിട്ടാണ് 2 ബോട്ടിൽ. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ എന്നോട് അന്ന് ഈ 1 വർഷത്തിന് മുമ്പ് വാങ്ങിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഈ കസ്റ്റമർ, ഈ പയ്യൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? എനിക്ക് താരൻ നല്ലോണം ഉണ്ട്, പക്ഷേ എനിക്ക് ഓയിൽ ഇടാൻ ഭയങ്കര മടിയാണ് എനിക്ക്. പക്ഷെ നിവർത്തിയില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഓയിൽ വാങ്ങിക്കുന്നത്. എന്നോടുള്ള ഒരു ചേച്ചിക്കൊരു സെയിൽ നടക്കട്ടെ എന്നും കൂടി ഓർത്തിട്ടാണ് കേട്ടോ അന്ന് ആ പയ്യൻ വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ ഓയിൽ പറ്റി പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഉപയോഗിക്കത്തുമില്ല എണ്ണ, താരം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കത്തില്ല കേട്ടോ ചേച്ചി. അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ മുടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് വെച്ച്, കൊഴിഞ്ഞു പോകുമോ? ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും വരൂല, നിർത്തിയെന്ന് പറഞ്ഞു, ഒന്നും വരാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഈ 1 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനിത് കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു സ്റ്റാഫും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഓയിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ വാങ്ങിച്ചിട്ടോ ഓയിൽ വാങ്ങിച്ച്. അപ്പോൾ ഈ പയ്യൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, 1 വർഷം ചേച്ചി എൻ്റെ കയ്യിൽ ഈ ഓയിൽ ഇരിക്കുന്നത്, ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ഓയിൽ പുരട്ടണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഈ ഓയിലാണ് പുരട്ടുന്നത്, അതുകൊണ്ടിട്ടാണ് 1 വർഷം വരെ ഇരുന്നത്. പക്ഷേ അപ്പോഴും ആ ഓയിലിന് ഒരു കംപ്ലൈൻറ്റും വന്നില്ല. അതുപോലെ തന്നെ ആ ഓയിലിൻ്റെ ആ ഒരു സുഗന്ധം ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ല്, അതിനും ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ. ഒന്ന് വൈറ്റിലയിലുള്ളതാണ്, എറണാകുളം വൈറ്റിലയിലുള്ളൊരു സ്റ്റാഫാണിത്. പറഞ്ഞ ട്രാവൽസ് നടത്തണേണ് അവർ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു, അപ്പോൾ എന്നോട് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ആ സ്മെല്ലൊന്നും പോകാണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു സ്മെല്ലിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല, അത് നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ മുറ്റത്തും നമ്മുടെ സസ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ സസ്യങ്ങൾക്കൊക്കെ ഇത്രയും പവർഫുള്ളാണ്, ഇത്രയും ഇതാണ്, നമ്മളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് നല്ല ഇതായിരുന്നു ചേച്ചി, ഞാൻ പക്ഷേ ഇങ്ങനെ ഓയിൽ ഉപയോഗിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായത് കൊണ്ടിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. നമ്മുടെ ഓയിൽ 1 വർഷം വരെ ഇത് ചെയ്തിട്ട് പോലും ചീത്തവാണ്ടിരുന്നെന്ന് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മൂകാംബിക കാച്ചേനയുടെ ഇതാണ്. ഓക്കെ.